ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഈ ഉച്ചകഴിഞ്ഞ സമയത്ത് റോസ് ഫാമിലിയുടെ ഫേസ്ബുക്ക് പേജിലൂടെ ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിപ്പാൻ ദൈവം സഹായിച്ച വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിനായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവർക്കും കൂട്ടുപ്രവർത്തകർക്കും ഏവർക്കും ഏകമരുന്നതിനെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹത്തെയും ഭദ്രതയും അറിയിക്കുന്നു. എനിക്ക് പ്രകാരം ഒരു അവസരം നൽകി തന്നതിനായി ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം തൻ്റെ ദാസന്മാരെ തക്ക സമയങ്ങളിൽ അയച്ച് ദൈവത്തിൻ്റെ വലിയ ആലോചനകൾ അറിയിക്കുന്ന വലിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. നമ്മളും ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് മുമ്പോട്ട് പോവുകയാണല്ലോ. ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഇന്ന് പകൽക്കാൽ ഈ സന്ധ്യാസമയത്ത് അല്പസമയം നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ ദൈവം സഹായിച്ച വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുകയാണ്. എന്നെ ആദ്യമായി ഞാൻ ഈ ഗ്രൂപ്പിൽ മെസ്സേജ് പറയുകയാണ്. അതുകൊണ്ട് എന്നെ ഒന്ന് പരിചയപ്പെടുത്തി വേഗം മുമ്പോട്ട് പോകാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. എൻ്റെ പേര് നിങ്ങൾ കാണുന്നത് പോലെ ജിമ്മിച്ചൻ ആൻ്റണി എന്നാണ്. ഞങ്ങളിപ്പോൾ പാലക്കാടിൻ്റെ മണ്ണിലായിരിക്കുന്നു. എനിക്ക് ഭാര്യയും 2 കുഞ്ഞുങ്ങളുമുണ്ട്. മൂത്തയാൾ BCom CA പഠിക്കുന്നു. ഇളയാൾ ഈ വർഷം ഫാഷൻ ഡിസൈനിങ്ങിൽ ചേർന്ന് പഠിക്കുന്നു. ഞങ്ങൾ അട്ടപ്പാടി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. പാലക്കാടിൻ്റെ തമിഴ്നാട് ബോർഡറോട് ചേർന്ന ഭാഗങ്ങളാണ്. അട്ടപ്പാടിയുടെ പ്രദേശത്താണ് ഞങ്ങളിപ്പോൾ ആയിരിക്കുന്നത്. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം സ്തോത്രം നമ്മെ എല്ലാവരെയും നടത്തുന്നത് പോലെ ഞങ്ങളെയും നടത്തുന്നു. നിങ്ങൾ ഞങ്ങളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കണം. വളരെ കാലാവസ്ഥയിൽ വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ഒരു സമയത്തൂടെയാണ് ഞങ്ങളിപ്പോൾ കടന്നു പോകുന്നത്. അതികഠിനമായ തണുപ്പ്, നല്ല കോടമഞ്ഞ്, സ്തോത്രം അടുത്ത് നിൽക്കുന്ന ആളെ പോലും കാണാൻ വയ്യാത്ത പോലെയുള്ള കോടമഞ്ഞാണ് രാവിലെ ഉണ്ടാകുന്നത്. ഒരു 9-10 മണി വരെയൊക്കെ ചില ദിവസങ്ങളിൽ അത് നീണ്ടു നിൽക്കും. ചിലപ്പോൾ ഒരു ദിവസം മുഴുവനും അങ്ങനെ മഞ്ഞ് നിൽക്കുവാനിടയായി തീർന്നു. അതിൻ്റെയൊക്കെ മധ്യയാണ് ഞങ്ങളായിരിക്കുന്നത്. നിങ്ങൾ ഞങ്ങളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ഇവിടുത്തെ വേലകളെ ഓർത്തുകൊണ്ട് എല്ലാ ക്രിസ്തീയ സ്തോത്രം വേലക്കാരെയും ഓർത്തുകൊണ്ട് ദൈവദാസന്മാരെ ഓർത്തുകൊണ്ട് വിവിധ ഡിനോമിനേഷനുള്ള ദൈവദാസന്മാരുണ്ട്. ഞങ്ങളെല്ലാം കൂട്ടായുള്ള പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. സ്തോത്രം കൊണ്ട് ഞങ്ങളെല്ലാവരെയും ഓർത്ത് ദിവസത്തിൽ പ്രാർത്ഥിക്കണം. സ്തോത്രം ഇവിടുത്തെ അവസ്ഥകൾ നിങ്ങളോടൊക്കെ വിവരിക്കുവാൻ വളരെ സ്തോത്രം താല്പര്യമുണ്ടെങ്കിലും അതിനുള്ള സമയം നമ്മുടെ മുൻപിലില്ല. നിങ്ങൾ ദിവസത്തിൽ പ്രാർത്ഥിക്കുക. തുടർന്നുള്ള സ്തോത്രം കണ്ടുമുട്ടുവാനും ഒക്കെ സാഹചര്യം ദൈവം ഒരുക്കുമ്പോൾ അതൊക്കെ നിങ്ങളോട് പങ്കുവെക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. വേഗം ദൈവസന്നിധിയിൽ എന്നെ ഏൽപ്പിച്ച ഒരു ദൈവിക വചനം വായിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഇന്ന് പകൽക്കാലം സ്തോത്രം ദൈവാത്മാവ് എന്നെ അറിയിച്ച അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഒരു വചനം യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം വായിച്ചു കേൾപ്പിക്കുന്നു. അവൻ കടന്നു പോകുമ്പോൾ ജന്മനാ കുരുടനായൊരു മനുഷ്യനെ കണ്ടു. ആമേൻ. സ്തോത്ര നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹമേറിയ സമയത്തിനായി സ്തോത്രം. ഈ റോസ് ഫാമിലിയുടെ ഫേസ്ബുക്ക് പേജിലൂടെ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ ശുശ്രൂഷിപ്പാൻ ദൈവം നൽകുന്ന വലിയ അവസരത്തിനായി സ്തോത്രം. കർത്താവ് ഇന്ന് പകൽക്കാലം ഞങ്ങളെ സഹായിക്കണം, അനുഗ്രഹിക്കണം. ദൈവാത്മാവ് ഐശ്വര്യമായി ദൈവവചനത്തെ ശുശ്രൂഷിപ്പാൻ സഹായിക്കണമേ. കേൾവിക്കാരുടെ ഹൃദയത്തോട് ദൈവാത്മാവിൽ ഇടപെടുമാറാകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്പച്ചൻ്റെ തിരുസന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. അവൻ കടന്നു പോകുമ്പോൾ ആമേൻ. യോഹന്നാൻ്റെ മനോഹരമായ സുവിശേഷം യേശു കർത്താവിൻ്റെ ജീവിതത്തെക്കുറിച്ചും ക്രിസ്തുവിൻ്റെ സ്തോത്ര ഉപദേശങ്ങളെക്കുറിച്ചും യേശുക്രിസ്തുവിൻ്റെ ജീവിത ചര്യകളെക്കുറിച്ചും യേശുക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ച്, യേശുക്രിസ്തുവിൻ്റെ സ്തോത്രം അടക്കത്തെക്കുറിച്ച്, യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ച്, അവൻ്റെ സ്വർഗാരോഹണത്തെക്കുറിച്ചെല്ലാം നമ്മൾ അറിയുന്നത് 4 സുവിശേഷങ്ങളിൽ നിന്നാണ്. ആദ്യം എഴുതിയ സുവിശേഷം മർക്കോസ് സുവിശേഷമാണെന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം കാണുന്നത് മത്തായിയുടെ സുവിശേഷമാണ്. മത്തായിയുടെ സുവിശേഷമാകട്ടെ യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് യഹൂദന്മാരുടെ രാജാവായ യേശു കർത്താവിനെ പരിചയപ്പെടുത്തുമ്പോൾ മർക്കോസ് ആകട്ടെ ദാസനായ യേശുവിനെ പരിചയപ്പെടുത്തുകയാണ്. ലൂക്കോസോ സ്തോത്രം മനുഷ്യപുത്രനായ സകല
ജാതികൾക്കും വെളിപ്പെടുന്ന ദൈവിക സന്തോഷത്തെ, ദൈവിക സമാധാനത്തെ വെളിപ്പെടുത്തുന്ന ലൂക്കോസിന്റെ മനോഹരമായ സുവിശേഷം. എന്നാൽ സ്തോത്രം യോഹന്നാനിലോട്ട് കിടക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു മറ്റാരും കാണാത്തത്, മറ്റാരും പറയാത്തത്, മറ്റു സുവിശേഷകന്മാർ എഴുതാത്തതായ വളരെ വ്യത്യസ്തമായ സാഹചര്യങ്ങളും വ്യത്യസ്തമായ കാലഘട്ടങ്ങളിലൂടെയും കടന്നു പോകുന്ന യോഹന്നാന്റെ സുവിശേഷം. ഉയരപ്പറക്കുന്ന കഴുകനെ പോലെ വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് ഇറങ്ങി വന്ന യേശു കർത്താവിനെ സ്തോത്രം യേശുക്രിസ്തുവിന്റെ അതിവിദഗ്ധമായ രീതിയിൽ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ വരച്ചു കാട്ടുന്ന മനോഹരമായ സുവിശേഷം യോഹന്നാന്റെ സുവിശേഷം. ആമേൻ. സ്തോത്രം. ഈ യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ നമ്മൾ കടന്നുപോയാൽ നമുക്ക് മനസ്സിലാകും യേശു കർത്താവിന്റെ സ്തോത്രം അധികാരങ്ങളെ വെളിപ്പെടുത്തുന്ന സുവിശേഷമാണ്. യേശു കർത്താവ് അടയാളങ്ങളിലൂടെ, അത്ഭുതങ്ങളിലൂടെ, ഞാൻ തന്നെ ദൈവപുത്രൻ, നിങ്ങൾ കാത്തിരുന്ന മെശിഹ ഞാനാണെന്ന് തൻ്റെ അടയാളങ്ങളിലൂടെയും അത്ഭുതങ്ങളിലൂടെയും വെളിപ്പെടുത്തി തരുന്ന മനോഹര സുവിശേഷത്തെ നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിൽ ദർശിക്കുവാൻ കഴിയും. ആമേൻ. സ്തോത്രം. എന്നാൽ 9-ാം അധ്യായത്തിലേക്ക് കടന്നാൽ നമ്മൾ കാണുന്നത്, 9-ാം അധ്യായം 1-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. നമ്മൾ വായിച്ച കുറിവാക്യം ഇങ്ങനെ: അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. യേശു കർത്താവ് കടന്നു പോവുകയാണ്. സ്തോത്രം. പല സുവിശേഷങ്ങളിലും പല അധ്യായങ്ങളിലും നമ്മൾ യേശു കർത്താവ് കടന്നു പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം സ്തോത്രം നമ്മൾ കാണുന്നു. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ ശിഷ്യന്മാരോട് കൂടെ ഇരിക്കുന്ന യേശു കർത്താവിനെ നമ്മൾ കാണുക. ശിഷ്യന്മാരോട് കൂടി അവൻ ഇരിക്കുമ്പോൾ സ്തോത്രം പള്ളിപ്രമാണിയായിരിക്കുന്ന യായിറോസ് വന്ന് യേശു കർത്താവിന്റെ കാൽക്കൽ നമസ്കരിച്ചു. ആമേൻ. അവന് മനസ്സിലായി, പള്ളിപ്രമാണിയായ യായിറോസിന് മനസ്സിലായി, നമസ്കരിക്കാൻ അല്ലെങ്കിൽ നമസ്കാരത്തിന് യോഗ്യനായവനെ നമസ്കരിക്കുന്ന പള്ളിപ്രമാണിയെ നമുക്ക് കാണുവാൻ കഴിയും. പള്ളിപ്രമാണി അവിടെ ആ സുവിശേഷങ്ങളിലൊക്കെ നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, പള്ളിപ്രമാണിമാർക്കൊക്കെ ഒരു സ്തോത്രം പ്രത്യേക അജണ്ടയുണ്ടായിരുന്നു. സ്തോത്രം. യഹൂദന്മാരുടെ ആചാരമര്യാദകളെ വിട്ട് യേശു കർത്താവിന്റെ പിന്നാലെ പോകുന്നവരെ പള്ളി ഭ്രഷ്ടരാക്കാൻ ഉള്ള ഒരു തീരുമാനം അവരുടെ ഉള്ളിലുണ്ട്. സ്തോത്രം. അങ്ങനെ ഒരു തീരുമാനം ഉള്ളപ്പോൾ തന്നെ സ്തോത്രം പള്ളിപ്രമാണിയായി യായിറോസ് വന്ന് യേശു കർത്താവിന്റെ കാൽക്കൽ നമസ്കരിക്കുന്നു. സ്തോത്രം. നമസ്കാരത്തിന് യോഗ്യനായവനെ കണ്ടെത്തി. എന്തു കാരണത്താൽ? സ്തോത്രം അവന്റെ ജീവനായ തൻ്റെ കുഞ്ഞിനെ സ്തോത്രം ദൈവം തൊട്ടു എന്ന് നമുക്ക് പറയുവാൻ കഴിയില്ലല്ലോ. സാഹചര്യം അങ്ങനെ അവനെ ആക്കി തീർക്കുവാനിടയായിത്തീർന്നു. അതുകൊണ്ട് അവൻ വന്ന് നമസ്കാരത്തിന് യോഗ്യനായവന്റെ മുമ്പിൽ വന്ന് നമസ്കരിച്ച് പറഞ്ഞു, ഇപ്പോൾ തന്നെ എൻ്റെ കുഞ്ഞ് കഴിഞ്ഞുപോയി. അവിടുന്ന് വന്ന് ഒന്ന് കരം വെച്ച് പ്രാർത്ഥിച്ചാൽ എൻ്റെ കുഞ്ഞ് സൗഖ്യമാകുമെന്ന് പറയുന്ന യായിറോസിനെ നമുക്ക് കാണുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, സ്തോത്രം, യഹൂദ പക്ഷത്തുള്ളവർ അല്ലെങ്കിൽ യഹൂദന്മാരുടെ ആചാരങ്ങളും മര്യാദകളും ചെയ്തിരുന്ന യായിറോസിന് മനസ്സിലായി, ഇവൻ വന്ന് കരം വെച്ചാൽ എൻ്റെ കുഞ്ഞ് സൗഖ്യമാക്കും. ആമേൻ. അനേകർക്ക് അത് ഇന്ന് ഈ കാലഘട്ടത്തിലും അനേകർക്കറിയാം. യേശു കർത്താവിൻ്റെ അടുത്ത് ചെന്നാൽ, യേശു കർത്താവിൻ്റെ നാമത്തിൽ ഒന്ന് പ്രാർത്ഥിച്ചാൽ, യേശു കർത്താവിൻ്റെ ദാസന്മാരൊന്ന് ഭവനത്തിൽ കയറി അനുഗ്രഹിച്ചാൽ ആ ഭവനം അനുഗ്രഹിക്കപ്പെടുമെന്നും രോഗങ്ങൾ വിട്ടുമാറുമെന്നും അല്ലെങ്കിൽ അവിടെയുള്ള ഭൂതങ്ങൾ മാറിപ്പോകുമെന്നും അവിടുത്തെ ശാപങ്ങൾ മാറിപ്പോകുമെന്നും ഇന്നും അനേകർക്കറിയാം. പക്ഷേ സ്തോത്രം മനസ്സിലായെങ്കിലും മനസ്സിലാകാത്ത പോലെ യായിറോസിന് ഒരു പ്രശ്നമുണ്ടായപ്പോൾ യേശു കർത്താവിൻ്റെ മുൻപിൽ വന്ന പോലെ പ്രശ്നമുണ്ടാകുന്നത് വരെ നോക്കി നിൽക്കുന്നവരെ നമുക്ക് കാണുവാൻ കഴിയും. ചിലരെല്ലാം ഓടി നമ്മുടെ സഭകളിൽ കടന്നു വരാറുണ്ട്. സ്തോത്ര പാസ്റ്ററെ, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പ്രശ്നങ്ങളാണ്, ഞങ്ങൾക്ക് സാമ്പത്തികമായ ക്ലേശങ്ങളാണ്, ജപ്തി വന്നിരിക്കുകയാണ്. സ്തോത്രം, നമ്മളോടൊക്കെ ഒത്തിരി പേര് ഒന്ന് പറയാറുണ്ട്. പ്രശ്നം വരുന്നവരെ വരെ നോക്കിയിരിക്കല്ലേ. ഹല്ലേലൂയ. മനസ്സിലാകുമ്പോൾ സ്തോത്രം നമസ്കാരത്തിന് യോഗ്യനായവനെ സ്തോത്രം ഇവൻ കരം വെച്ച് പ്രാർത്ഥിച്ചാൽ സൗഖ്യമാകുമെന്ന് ബോധ്യപ്പെടുമ്പോൾ സ്തോത്രം അവന് വേണ്ടി തലകുനിച്ചു കൊടുക്കണമെന്ന് ദൈവനാമത്തിൽ ഹല്ലേലൂയ സ്തോത്രം ഓർപ്പിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയും. ആമേൻ. സ്തോത്രം. അങ്ങനെ തൻ്റെ ശിഷ്യന്മാരും ഒന്നിച്ച് യേശുവും ശിഷ്യന്മാരും അവനോടുകൂടി പോവുകയാണ്. യേശുവും ശിഷ്യന്മാരും പോവുകയാണ്. സ്തോത്രം. വലിയൊരു പുരുഷാരം കൂടെ സഞ്ചരിക്കുന്നുണ്ട്. വലിയൊരു പുരുഷാരം. നമുക്കറിയാം, അപ്പം തിന്നവരുണ്ട്, അത്ഭുതം കണ്ടവരുണ്ട്, സ്തോത്രം അടയാളങ്ങളെയൊക്കെ കണ്ടവരുണ്ട്. സ്തോത്രം. കുറച്ചുപേര് യേശു കർത്താവിൻ്റെ കൂട്ടത്തിലുള്ള ഈ പുരുഷാരത്തിൻ്റെ കൂട്ടത്തിൽ കുറച്ചുപേരുള്ള വാക്കിൽ കൊടുക്കുവാൻ വേണ്ടി ഇവൻ എന്താ പറയുന്നത് എന്ന് നോക്കുവാൻ, വാക്കിൽ കൊടുക്കുവാൻ ഈ കൂട്ടത്തിൽ സഞ്ചരിക്കുന്നവരുണ്ട്. സ്തോത്രം.
അവരെ വിശ്വസിച്ചവരുണ്ട്. അങ്ങനെ വിവിധ തരത്തിലുള്ള പുരുഷാരത്തോടു കൂടി യേശു മുൻപോട്ട് പോവുകയാണ്. യേശു കടന്നു പോവുകയാണ്. യേശു കടന്നു പോകുന്നത് സ്തോത്രം ഒരു ഭവനത്തിന്റെ ഭവനാന്തരത്തിൽ നിന്നുകൊണ്ട് ഒരു സ്തോത്രം സ്ത്രീ ഇത് കേൾക്കുകയാണ്. യേശു കടന്നു പോകുന്നു വഴിയിലൂടെ, സ്തോത്രം രാജപാതയിലൂടെ യേശു കർത്താവ് കടന്നു പോവുകയാണ്. സ്തോത്രം അവൾ കേട്ടു. സ്തോത്രം യേശുവിനെ കുറിച്ച് അവൾ കേട്ടിട്ടുണ്ട്. യേശു സൗഖ്യമാക്കുന്ന ദൈവമാണെന്ന് അവൾക്ക് അറിവുണ്ട്. അവൾക്ക് വലിയ പ്രശ്നങ്ങളുടെ നടുവിൽ ആ സ്ത്രീ ആയിരിക്കുന്നത്. 12 സംവത്സരമായി സ്തോത്രം രോഗം ബാധിച്ച് മുറ്റത്തിറങ്ങുവാൻ കഴിയാതെ, സമൂഹത്തിൽ ഇറങ്ങുവാൻ കഴിയാതെ, സമൂഹം അവളെ നിന്ദിച്ച് പരിഹസിച്ച് സ്തോത്രം ഒറ്റപ്പെടുത്തി കളഞ്ഞ ഒരു സ്ത്രീ ഭവനത്തിന്റെ ഭവനത്തിന്റെ അകത്തളത്തിൽ ഇരുന്നു കൊണ്ട് യേശു വഴിയിലൂടെ കടന്നു പോകുന്നു എന്ന് കേൾക്കുവാനിടയായി തീർന്നു. യേശുവിനെ കുറിച്ച് അവൾ കേട്ടിട്ടുണ്ട്. സ്തോത്രം യേശു സൗഖ്യമാക്കുന്ന ദൈവമാണെന്ന് അവൾക്കറിയാം. എന്നാൽ സ്തോത്രം സമൂഹം അവളെ മുദ്ര കുത്തിയിരിക്കുകയാണ്. അവൾ അശുദ്ധയാണ്. അവൾ ജനമധ്യത്തിൽ ഇറങ്ങുവാൻ അവൾക്ക് അവകാശമില്ല. സ്തോത്രം അങ്ങനെ അവളെ മുദ്ര കുത്തി ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തിയപ്പോൾ അവളുടെ ഹൃദയത്തിൽ അചഞ്ചലമായ ഒരു വിശ്വാസം അങ്കുരിക്കുവാനിടയായി തീർന്നു. യേശു അല്ലാതെ എന്നെ സൗഖ്യമാക്കുവാൻ ഒരു മനുഷ്യനുമില്ല. യേശു അല്ലാതെ മറ്റൊരു വൈദ്യന്മാർക്കും എന്നെ സൗഖ്യമാക്കുവാൻ കഴിയുകയില്ല. അനേക വൈദ്യന്മാരുടെ അടുത്ത് പോയി അനേക കഷ്ടങ്ങൾ അനുഭവിച്ച് ഉള്ളതെല്ലാം വിറ്റ്, സ്തോത്രം നമ്മുടെ ഭാഷയെ പറഞ്ഞ വിറ്റ് മുടിച്ച്, സ്തോത്രം എന്നിട്ടും സൗഖ്യമാകാതെ ഭവനത്തിന്റെ അകത്തളത്തിൽ ഇരിക്കുന്ന സ്ത്രീക്ക് ഒരൊറ്റ വിചാരം, എങ്ങനെയെങ്കിലും യേശുവിന്റെ അടുത്തെത്തിയാൽ എനിക്കൊന്ന് സൗഖ്യം വരും, അല്ലെങ്കിൽ എനിക്കൊരു സന്തോഷം വേണം, എനിക്കൊരു സമാധാനം വേണം, എനിക്കൊരു സൗഖ്യം വേണം. ആമേൻ. സ്തോത്രം. അതിന് സ്തോത്രം യേശുവിന്റെ അടുത്ത് എത്തുകയാണ് എൻ്റെ മാർഗമെന്ന് അവൾക്ക് തിരിച്ചറിഞ്ഞപ്പോൾ ഹല്ലേലൂയ എല്ലാ തടസ്സങ്ങളെയും മാറ്റിക്കൊണ്ട് അവൾ ഹല്ലേലൂയ പുരുഷാരത്തിന്റെ ഇടയിലേക്ക് ഓടിയിറങ്ങുന്നത് ഹല്ലേലൂയ നമുക്ക് വായിച്ച് മനസ്സിലാക്കുവാൻ കഴിയും. പുരുഷാരം അവൾക്ക് തടസ്സമായി നിൽക്കുകയാണ്. സ്തോത്രം യേശുവിനെ തിക്കിത്തിരക്കിക്കൊണ്ട് അല്ലെങ്കിൽ പുരുഷാരത്തിന്റെ നടുവിലൂടെ യേശു പോവുകയാണ്. സ്തോത്രം ഒരു കാര്യവുമില്ല, തിക്കിത്തിരക്കിക്കൊണ്ടിരിക്കുക ജനം. യേശുവിൻ്റെ അടുത്തേക്ക് ഒരു മനുഷ്യൻ എത്തപ്പെടുവാൻ കഴിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇന്നും അല്ലെങ്കിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. സ്തോത്രം. യേശുവിനെ വേണമെന്ന് ആഗ്രഹം ഒത്തിരി പേരുണ്ട്. എൻ്റെ ഭവനത്തിൽ ഒന്ന് യേശു വന്നായിരുന്നെങ്കിൽ, എൻ്റെ ഭവനത്തിൽ യേശുവിൻ്റെ ദാസന്മാരൊന്ന് വന്ന് പ്രാർത്ഥിച്ചായിരുന്നെങ്കിൽ, ദൈവദാസന്മാർ ഇവിടെ ഒന്ന് വന്ന് പ്രാർത്ഥിച്ചായിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞിന് സൗഖ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നവരുണ്ട്. എനിക്ക് എൻ്റെ പ്രശ്നങ്ങൾക്ക് പ്രതിവിധി വരുമെന്ന് പ്രതീക്ഷിക്കുന്നവരുണ്ട്. എൻ്റെ വീടിനൊരു സമാധാനം വരുമെന്ന് പ്രതീക്ഷിക്കുന്നവരുണ്ട്. എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം ഒന്ന് മാറിപ്പോകും, യേശുവിന്റെ ദാസന്മാർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ എൻ്റെ ഭർത്താവ് ഒന്ന് സ്വസ്ഥമായേനെയും അവനൊരു സമാധാനം ലഭിച്ചേനെന്ന് വിശ്വസിക്കുന്ന സ്തോത്രം അനേകരുണ്ട്. പക്ഷേ പുരുഷാരം എന്നും തടസ്സം. എല്ലാ കാലത്തും യേശുവിന്റെ അടുത്തേക്ക് വരുവാൻ തടസ്സം പുരുഷാരമാണ്. നിയമം മൂലവും അല്ലെങ്കിൽ പുരുഷാരം മൂലവും സ്തോത്രം യേശുവിന്റെ അടുത്തേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നവരെ പോലും സ്തോത്രം യേശുവിന്റെ അടുത്തേക്ക് വിടാതെ തടഞ്ഞു നിർത്തുന്നവരെ നമുക്ക് എല്ലാ കാലത്തും കാണാം. ഈ കാലത്തും അത് നമ്മൾ കാണുകയാണ്. നമ്മുടെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സ്തോത്രം യേശുവിന് വേണ്ടി ജീവൻ കൊടുക്കുന്ന അനേകരെ നമുക്ക് കാണാം. അനേക ധീര രക്തസാക്ഷികളെ നമുക്ക് കാണുവാൻ കഴിയും. അല്ലെങ്കിൽ നെഞ്ചും നെറ്റിയും കൊടുത്ത് വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്ന അനേക പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയുന്ന ഈ കാലഘട്ടത്തിൽ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന ആരെങ്കിലും യേശുവിന് വേണ്ടി പൂർണ്ണമായി ഒന്ന് സമാധാനം നൽകുന്ന യേശുവിന് വേണ്ടി ഒന്ന് സ്തോത്രം നിങ്ങളൊന്ന് സമർപ്പിതരായില്ലെങ്കിൽ ഇന്ന് ഈ വചനത്തിന്റെ മുമ്പാകെ നിങ്ങളൊന്ന് സമർപ്പിച്ചാട്ടെ. സ്തോത്രം. ഒരു പൂർണ്ണ സമർപ്പണം. ആമേൻ. നമ്മൾ കാണുകയാ, അവളൊന്നും നോക്കിയില്ല, സാഹചര്യം നോക്കിയില്ല. സ്തോത്രം. പിന്നീട് എന്ത് വരുമെന്ന് ചിന്തിച്ചില്ല. സ്തോത്രം. ഇന്ന് യേശുവിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, നമ്മൾ സുവിശേഷം അറിയിക്കുമ്പോൾ അനേകർ പറയുന്നൊരു പദമാണ് സ്തോത്രം. അപ്പനും അമ്മയും സ്തോത്രം മരിക്കാറായിരിക്കുക, അവരൊന്ന് മരിച്ച് അവരെ ഒന്ന് കൊണ്ടേ ഞങ്ങൾ പോകുന്ന പള്ളിയിലൊന്ന് കൊണ്ടേ അടക്കിക്കോട്ടെ, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വരാം. സ്തോത്രം. അല്ലെങ്കിൽ ഒരു മകളും കൂടിയുണ്ട്, ഇളയ മകളും കൂടിയുണ്ട്, അവളെയും കൂടി ഒന്ന് കെട്ടിച്ചു വിടട്ടെ. സ്തോത്രം. ഇവിടെ ഈ സ്ത്രീയെ ഒന്ന് നോക്കിക്കുക, അവളൊന്നും നോക്കിയില്ല. സ്തോത്രം. അവൾ ഇറങ്ങി പുറപ്പെട്ടു. അല്ലെങ്കിൽ എന്ത് വരും ഇനി, ഇതിന് ശേഷം എന്ത് സംഭവിക്കും, യേശുവിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, മറ്റുള്ളവരെന്നെ എന്ത് ചെയ്യും, ഇതൊന്നും അവൾ ഓർത്തില്ല. അവൾ ഇറങ്ങി പുറപ്പെട്ടു. പുരുഷാരത്തെ വകഞ്ഞു മാറ്റി. എന്നിട്ടും അവൾക്ക് യേശുവിൻ്റെ അടുത്ത് എത്താൻ കഴിയാത്തത് കൊണ്ട് അവിടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ അത്യന്ത്യമായ ഒരു വിശ്വാസം അങ്കുരിച്ചു വന്നു. എങ്ങനെയെങ്കിലും യേശുവിന്റെ വസ്ത്രത്തിലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യമാകും അല്ലെങ്കിൽ എന്നൊരു വിശ്വാസം അവിടെ ഉള്ളിൽ രൂഢമൂലമായപ്പോൾ സർവശക്തിയും എടുത്ത് ക്ഷീണം വകവെക്കാതെ അല്ലെങ്കിൽ പുരുഷാരത്തെ തള്ളി മാറ്റിക്കൊണ്ട് അവന്റെ വസ്ത്രാഞ്ചലത്തിൽ അവൾ ഒന്ന് തൊട്ടു. അല്ലെങ്കിൽ തൊട്ട നിമിഷം അവൾ സൗഖ്യമായി എന്ന് തിരുവചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, യേശുവിന് സൗഖ്യമാക്കാൻ നിമിഷങ്ങളൊന്നും വേണ്ട. ആ നിമിഷം
വിശ്വാസത്തോടെ അവൾ സ്തോത്രം അവന്റെ വസ്ത്രാഞ്ചലത്തിൽ തൊട്ട നിമിഷം. സ്തോത്രം, ഇന്ന് പകൽക്കാലം എനിക്ക് വിളിച്ചു പറയാൻ സന്തോഷമുണ്ട്. യേശുവിന് സൗഖ്യമാക്കാൻ വർഷങ്ങളുടെ പഴക്കമുള്ള രോഗങ്ങളെ സൗഖ്യമാകാൻ യേശുവിന് നിമിഷങ്ങൾ മതി. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വർഷങ്ങളായ പ്രശ്നങ്ങൾക്ക് മധ്യേ, പ്രതിസന്ധികൾക്ക് മധ്യേ പ്രതിവിധി നൽകി തരുവാൻ യേശുവിന് ഒരു നിമിഷം മതി. നിങ്ങളുടെ വിശ്വാസം രൂഢമൂലമാകട്ടെ, നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ ഉറച്ചു നിന്നാട്ടെ. ഹല്ലേലൂയ. പ്രശ്നങ്ങളുണ്ടാകും, പ്രതിസന്ധികളുണ്ടാകും, പ്രതികൂലങ്ങളുണ്ടാകും. വിശ്വാസ കപ്പൽ മുങ്ങിപ്പോകാതെ വിശ്വാസ കപ്പൽ ആടി ഉലഞ്ഞെന്നിരിക്കാം. അക്കരയ്ക്ക് പോക എന്ന് പറഞ്ഞ ശിഷ്യന്മാർ അക്കരയ്ക്ക് പോവുകയാണ്. അമരത്ത് തലയണ വെച്ച് ഉറങ്ങുന്ന യേശു കർത്താവ് ഉണ്ട്. എന്നിട്ടും ആ പടകിന് നേരെ തിരമാല ആഞ്ഞടിച്ചു. യേശു കർത്താവ് ഉള്ള പടകിന് നേരെ തിരമാല ആഞ്ഞടിച്ചെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പടകിന് നേരെയും തിരമാലകൾ ആഞ്ഞടിക്കും. ഹല്ലേലൂയ. സ്തോത്രം. മുങ്ങുമാറാക്കും. ഹല്ലേലൂയ. സ്തോത്രം. കൊടുങ്കാറ്റടിച്ചെന്നിരിക്കാം, ചുഴലിക്കാറ്റടിച്ചെന്നിരിക്കാം, ഈശാനമൂലൻ അടിച്ചെന്നിരിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. നങ്കൂരം ഉറച്ചിരിക്കുന്നത് യേശു കർത്താവിലാണെങ്കിൽ ഉറച്ചു നിന്നാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ഒരു നല്ല ദൈവം ഇന്നും ജീവിക്കുന്നു. ആമേൻ. യേശു കടന്നു പോവുകയാ. നോക്കി നിൽക്കുവാൻ സമയമില്ല. അവൾ ഓടിച്ചെന്ന് അവന്റെ വസ്ത്രാഞ്ചലത്തിൽ തൊട്ട് സൗഖ്യമായി എന്ന് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നു. നോക്കിക്കാൻ സമയമില്ല. സ്തോത്രം. അവൾ ആഗ്രഹിച്ചതല്ല, അവൾ അങ്ങോട്ട് പോയതല്ല. സ്തോത്രം. അവളെ തേടി സൗഖ്യദായകൻ ആ വഴിയിരുമ്പിലൂടെ നടന്നു പോവുകയാണ്. സ്തോത്രം. സുവർണ അവസരം നഷ്ടപ്പെടുത്തിയാൽ ആ സ്ത്രീക്കറിയാം ഇനി ഒരു നാളും സ്തോത്രം അവൾക്ക് വേണ്ടി മാത്രമായിരിക്കാം ചിലപ്പോൾ സ്തോത്രം ആ വഴിത്താരയിലൂടെ യേശു കർത്താവ് യായിറോസിന്റെ ഭവനത്തിലേക്ക് കടന്നുപോയത്. അത് മനസ്സിലാക്കിയ ആ സ്ത്രീ ആ സമയത്ത് തന്നെ ഹല്ലേലൂയ അവിടെ വിടുതലേറ്റെടുക്കുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ആ സ്ത്രീയുടെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ നാം തേടിച്ചെന്നതല്ല യേശു കർത്താവിൻ്റെ അടുത്ത്. കർത്താവ് പറഞ്ഞു, സ്തോത്രം, തിരുവചനത്തിൽ നമ്മൾ വായിക്കുക, നാം തിരഞ്ഞെടുത്തല്ല, അവൻ നമ്മെ തിരഞ്ഞെടുത്തു. നമ്മുടെ യോഗ്യതയല്ല പ്രിയപ്പെട്ടവരെ, നമ്മുടെ യോഗ്യതയല്ല, നമ്മുടെ അയോഗ്യത. സ്തോത്രം. നമ്മൾ ഒന്നുമില്ലാത്തവനാണെന്നത് എപ്പോൾ തിരിച്ചറിഞ്ഞോ? ഞാനൊരു സീറോയാണെന്ന് എപ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നിയോ? എൻ്റെ ബുദ്ധി കൊണ്ട് ഇനി മുമ്പോട്ട് പോകാൻ കഴിയില്ലെന്ന്, എൻ്റെ ബുദ്ധി കൊണ്ടല്ല എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയുന്നതെന്ന് നാം തിരിച്ചറിഞ്ഞ് കർത്താവെ എന്നെ ഒന്ന് വിടുവിക്കണമേ, എൻ്റെ പ്രശ്നങ്ങൾക്ക് പ്രതിവിധി തരണമേ എന്ന് നമ്മൾ എപ്പോൾ ഏറ്റുപറഞ്ഞോ അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പ്രതിവിധി വന്നു. നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മുടെ വിശുദ്ധിയല്ല, നമ്മുടെ പ്രാർത്ഥനയുടെ കൂടുതലല്ല, നമ്മുടെ ഉപവാസത്തിന്റെ കൂടുതൽ ഒന്നുമല്ല. നമുക്ക് ദൈവം നൽകി തരുന്ന നന്മകൾ അവൻ്റെ കരുണയൊന്നു മാത്രം, അവൻ്റെ കൃപയൊന്നു മാത്രം. അതുകൊണ്ട് ഹല്ലേലൂയ, യേശു കർത്താവ് കടന്നുപോയപ്പോൾ അവൾക്ക് വേണ്ടി മാത്രമാണ് അതിലെ വന്നതെന്നുള്ള വിശ്വാസത്തോടു കൂടി അവിടെ വിടുതൽ ഏറ്റെടുത്തു. അവൾ സന്തോഷത്തോടെ, അവൾക്കറിയാം എനിക്ക് സൗഖ്യമായാൽ നഷ്ടപ്പെട്ടത് മുഴുവനും മടക്കിത്തരുവാൻ കഴിയുന്ന ഒരു ദൈവമാ നടന്നു പോകുന്നത് തിരിച്ചറിഞ്ഞവൾ അവിടെ ഹല്ലേലൂയ സ്തോത്രം ആ സൗഖ്യത്തിലേക്ക് നടന്നു കയറുവാനിടയായിത്തീർന്നു. ആമേൻ. സ്തോത്രം. സമയം ഒത്തിരി മുമ്പോട്ട് പോകുന്നില്ല, വായിച്ച കുറിവാക്യത്തിലിട്ട് വേഗം വരികയാണ്. സ്തോത്രം. യേശു അവൻ കടന്നു പോവുകയാണ്. സ്തോത്രം. 9-ാം അധ്യായം 1-ാം വാക്യം നമ്മൾ വായിച്ചത്. സ്തോത്രം. അപ്പോൾ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. യേശു കർത്താവ് കുരുടനായ മനുഷ്യനെ കാണുന്ന ആ സമയം സ്തോത്രം ഒത്തിരി പ്രശ്നങ്ങളുടെ പ്രതിസന്ധികളുടെ മധ്യയാണ് യേശു കർത്താവ് പോലും നിൽക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. നിങ്ങളോട് ചോദിക്കും, യേശു കർത്താവിന് എന്താ പ്രശ്നം? ഒത്തിരി പ്രശ്നങ്ങൾ. മനുഷ്യനായി പിറന്നവൻ ഒത്തിരി പ്രശ്നങ്ങളുടെ നടുവിലാണ് അപ്പോൾ ആയിരിക്കുന്നത്. തീർച്ചയായും അതിൻ്റെ കാര്യങ്ങളെല്ലാം അറിയണമെങ്കിൽ നിങ്ങൾ സ്തോത്രം 8-ാം അധ്യായം ഒന്ന് മുഴുവനും വായിക്കണം കേട്ടോ. ഞാനൊന്ന് ഷോർട്ടായി പറഞ്ഞ എൻ്റെ സമയത്തിനുള്ളിൽ ഞാൻ ഇരിക്കും. സ്തോത്രം. 9-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നമ്മൾ കണ്ടത് ഇങ്ങനെയാണ്, നാം വായിച്ചത് ഇങ്ങനെയാണ്, അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. 8-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചാൽ മനസ്സിലാകും. 8-ാം അധ്യായം മുഴുവനും ഒന്ന് കണ്ണോടിച്ചൊന്ന് നോക്കണമേ. സ്തോത്രം. ഒത്തിരി പ്രശ്നങ്ങളുടെ നടുവിലൂടെയാണ് യേശു കടന്നു പോകുന്നത്. 8-ാം അധ്യായം 6-ാം വാക്യം, കുറ്റം ചുമത്തുവാൻ നോക്കുന്നവരുടെ മധ്യത്തിലൂടെയാണ് യേശു കടന്നു പോകുന്നത്. എന്തിനു കുറ്റം ചുമത്തുവാൻ? വ്യഭിചാരകർമ്മത്താൽ പിടിക്കപ്പെട്ട സ്ത്രീയുമായി യേശുവിനെ ചിലർ സമീപിച്ചു. യേശുവിനോട് ചോദിച്ചു, ഇവിടെ കല്ലെറിഞ്ഞു കൊള്ളണമെന്നല്ലേ നമ്മുടെ നിയമമുള്ളത്, എന്ത് ചെയ്യണം? യേശു കർത്താവ് പറഞ്ഞു, പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ. നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ആദ്യം എറിയട്ടെ. സ്തോത്രം. ആരുമില്ലായിരുന്നു.
കുറ്റം ചുമത്തുവാൻ ചോദിച്ചു. കുറ്റം ചുമത്തുവാൻ ശ്രമിച്ചവരുടെ മധ്യത്തിലൂടെ യേശു കടന്നു പോവുകയാ. 8-ാം അധ്യായം 16-ാം വാക്യം, നിന്റെ സാക്ഷ്യം സത്യമല്ല എന്ന് പറയുന്നവരുടെ മധ്യത്തിലൂടെ സ്തോത്രം യേശു കടന്നു പോവുകയാ. സ്തോത്രം, നീ ആരെന്ന് ചോദിക്കുന്നവരുടെ നടുവിലൂടെ സ്തോത്രം യേശു കടന്നു പോവുകയാണ്. ആമേൻ. സ്തോത്രം. 8:25, നീ ആരെന്ന് ചോദിക്കുന്നവരുടെ നടുവിലൂടെ നിങ്ങൾ പാപങ്ങളിൽ മരിക്കാതിരിക്കാൻ തന്നിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ പറയുക, നീ ആര്? നിനക്ക് 50 വയസ്സ് പോലുമായിട്ടില്ല. കുറ്റം ചുമത്തുന്നവരുടെ മധ്യത്തിലൂടെ, സാക്ഷ്യം സത്യമല്ലെന്ന് പറയുന്നവരുടെ മധ്യത്തിലൂടെ, നീ ആരെന്ന് ചോദിക്കുന്നവരുടെ മധ്യത്തിലൂടെ, അവനെ അവനൊരു ഭൂതമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് യേശു കർത്താവിനെ കൊല്ലുവാൻ ശ്രമിക്കുന്നവരുടെ നടുവിലൂടെ, സ്തോത്രം, അബ്രഹാമിനേക്കാൾ വലിയവനാണോ എന്ന് ചോദിക്കുന്നവരുടെ നടുവിലൂടെ, അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നവരുടെ നടുവിലൂടെ, സ്തോത്രം 8:53, അവൻ എറിയുവാൻ കല്ലെടുക്കുന്നവരുടെ മധ്യത്തിലൂടെ യേശു കടന്നു പോവുകയാണ്. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞ ഞാൻ ഷോർട്ടായിട്ട് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇതെല്ലാം നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കും കേട്ടോ. യേശുവിൽ വിശ്വസിക്കുന്ന ഏത് ദൈവ പൈതലും ഞാൻ 8-ാം അധ്യായത്തിൽ ഞാൻ ഈ പറഞ്ഞ ഷോർട്ടായിട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ കാലഘട്ടത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. അതുകൊണ്ട് ആത്മാർത്ഥമായി നിങ്ങളത് വായിച്ചു നോക്കണം. നമ്മുടെ ജീവിതത്തിൽ കൂടെ സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവസന്നിധിയിൽ നിന്ന് വിടുതലേറ്റെടുക്കുവാനിടയായി തീരണം. സ്തോത്രം. നമ്മളെങ്ങനെ പ്രാർത്ഥിച്ചില്ലെങ്കിലും ദൈവസഭ അതികഠിനമായ പീഡയിലൂടെ കടന്നു പോകുന്ന വചനം പറയുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. അതിൽ നിന്ന് പിടിച്ചു നിൽക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തി ഇല്ലാതെ നമുക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ നമ്മൾ ശക്തമായി പ്രാർത്ഥനയോടെ സ്തോത്രം ദൈവസന്നിധിയിൽ ഹല്ലേലൂയ നിൽക്കുവാൻ ദൈവം നമ്മെ ശക്തിപ്പെടുത്തട്ടെ. ദൈവം അതിനുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിൽ പകരട്ടെ. അതിനായി നാം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടെങ്കിലും ഒത്തുരുത്ത ജീവിതം നയിച്ച് മുമ്പോട്ട് പോകുന്ന അനേക വ്യക്തി ജീവിതങ്ങളെ നമ്മൾ വിശ്വാസകോളത്തിൽ കാണുമ്പോൾ ഇന്ന് ഈ സന്ധ്യാസമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു ഒത്തുരുത്ത ജീവിതം നയിച്ച് മുമ്പോട്ട് പോകുവാനല്ല, ഒരു വിശ്വാസത്തിൻ്റെ അതിശക്തമായ ശോധനയിലൂടെ ദൈവസഭ കടന്നു പോകുന്ന കാലഘട്ടമുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ ആരംഭം കുറിച്ചിരിക്കുന്നു എന്ന് നമുക്ക് ലോക സംഭവങ്ങൾ മുഴുവൻ കാണുവാൻ കഴിയും. അപ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, നമുക്ക് നേരിടുന്ന പരീക്ഷ എന്തെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. ആമേൻ. യേശു കർത്താവ് കടന്നുപോയ വഴിത്താരയിലൂടെ നാം കടന്നുപോകും. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് സ്തോത്രം 8-ാം അധ്യായം നോക്കിക്കേ, ഒത്തിരി പ്രശ്നങ്ങളുടെ, ഒത്തിരി പ്രതിസന്ധികളുടെ നടുവിലൂടെ യേശു കർത്താവ് കടന്നു പോവുകയാണ്. അതിൻ്റെ മധ്യത്തിലൂടെ കർത്താവ് കടന്നു ചെല്ലുമ്പോഴാണ് പിറവിക്കുരുടനായിരിക്കുന്ന ഈ മനുഷ്യൻ്റെ സ്തോത്രം മനുഷ്യൻ്റെ മുമ്പിൽ യേശു എത്തപ്പെടുന്നത്. യേശു കർത്താവിനെ നോക്കി പിറവിയിലെ നിന്ദിതനായവൻ. ഒത്തിരി സംഭവങ്ങൾ യേശു കർത്താവ് അവിടെ കണ്ടു. പിറവിയിലെ അവൻ നിന്ദിതനാണ്. മറ്റുള്ളവരെല്ലാം പറഞ്ഞു. മാത്രമല്ല, കുടുംബത്തിന് മുഴുവനും അല്ലേ പേരുദോഷമുണ്ടാക്കിയവൻ, അപമാനമുണ്ടാക്കിയവൻ. അവൻ്റെ കുറ്റം പോലുമല്ല. സ്തോത്രം. പക്ഷേ ആൾക്കാർ മുഴുവൻ അങ്ങ് പറഞ്ഞു വരുത്തുക, മാതാപിതാക്കളെ പോലും കുറ്റം ചുമത്തുക. മാതാപിതാക്കൾ പാപികളായിട്ടുള്ള ഒരു പൊട്ടനായ മനുഷ്യനുണ്ടായത്, അല്ലെങ്കിൽ ഒരു കണ്ണുപൊട്ടനുണ്ടായത് മാതാപിതാക്കളുടെ കുറ്റം കൊണ്ടത്, മാതാപിതാക്കൾക്ക് പോലും അപമാനം വരുത്തത്തക്ക വിധത്തിൽ അല്ലെങ്കിൽ ഈ സ്തോത്രം ഒരു പിറവിക്കുണ്ട്. സ്തോത്രം. അവൻ്റെ നിന്ദ അവൻ കണ്ടു. യേശു കർത്താവ് കണ്ടു ആ മനുഷ്യൻ്റെ നിന്ദ. പിറവിയിലെ കുരുടന. അന്ന് തുടങ്ങി അവനെ ആൾക്കാരെ നിന്ദിക്കുക, അവനെ പരിഹസിക്കുക. അവൻ്റെ നിന്ദ സ്തോത്രം അവൻ കണ്ടു. ചുറ്റുപാടുമുള്ളവരുടെ ചോദ്യങ്ങൾ അവൻ കേട്ടു. ചുറ്റുപാടുമുള്ളവരൊക്കെ അവനെ കുറ്റം വിധിക്കുകയും ചുറ്റുപാടുമുള്ളവർ അവനെ കുറ്റപ്പെടുത്തുകയും അവൻ്റെ മാതാപിതാക്കൾ കുറ്റപ്പെടുകയും പറയുകയും ചെയ്യുന്നതൊക്കെ ആര് കേട്ടു? സ്തോത്രം, യേശു കർത്താവ് കേട്ടു. വളരെ നിന്ദിതനായ മനുഷ്യന്റെ മുമ്പിൽ സൃഷ്ടിതാവ് പോയി നിൽക്കുകയാണ്. സൃഷ്ടാവിൻ്റെ മുമ്പിൽ നിൽക്കുക നിന്ദിതനായി. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, സ്തോത്രം. അവൻ്റെ വേദന കാണുവാൻ,
അവൻ്റെ വേദന കാണുവാൻ കഴിയുന്ന, അവൻ്റെ വേദനയ്ക്ക്, അവൻ്റെ പ്രശ്നത്തിന് പ്രതിവിധി നൽകി തരുവാൻ കഴിയുന്ന ആ നല്ല നാഥൻ, സ്തോത്രം, ആ മനുഷ്യന്റെ മുമ്പിൽ നിൽക്കുകയാ. അവന് കാണാൻ കഴിയില്ല, അവൻ പിറവിക്കുരുടനാ, അവന് കാണാൻ കഴിയില്ല. പക്ഷേ ഹല്ലേലൂയ, സകലതും കാണുന്ന, സ്തോത്രം, സർവശക്തനായ ദൈവം മനുഷ്യരൂപം കൊണ്ട് ഹല്ലേലൂയ സൃഷ്ടിച്ചവനായ ദൈവം ആ സൃഷ്ടിയുടെ മുൻപിൽ ആ സൃഷ്ടാവ് പോയി അങ്ങനെ നിന്നു. അവന്റെ വേദനയെ തിരിച്ചറിഞ്ഞുകൊണ്ട്, അവന്റെ വേദനയ്ക്ക് പരിഹാരം വരുത്തേണ്ടതിന്, അവന്റെ നിന്ദയൊന്ന് എടുത്തു മാറ്റേണ്ടതിന് ഹല്ലേലൂയ ആ സൃഷ്ടിയുടെ മുൻപിൽ സൃഷ്ടാവ് ഒരു നിമിഷം നിന്നു. ആമേൻ. സ്തോത്രം. അവൻ കടന്നു പോകുന്ന വഴിയിൽ ഹല്ലേലൂയ നിലവിളിക്കുന്ന സൃഷ്ടിയുടെ മുമ്പിൽ നിന്നെങ്കിൽ ഇന്ന് ഈ സന്ധ്യാസമയത്ത് എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഏതെങ്കിലും ഭാരത്തോടെയാണ് ഇന്ന് പകൽക്കാലം ഈ സന്ധ്യാസമയത്ത് നിങ്ങൾ ഈ വചനം ശ്രവിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ വേദനയെ കാണുന്ന, നിങ്ങളുടെ നിന്ദ കാണുന്ന, നിങ്ങളെക്കുറിച്ച് അയൽവാസികൾ പറഞ്ഞു വരുത്തുന്ന അപഖ്യാതികളെ കുറിച്ച് കേൾക്കുന്ന, അതിന് പ്രതിവിധി വരുത്തുവാൻ കഴിയുന്ന ഒരു നല്ല ദൈവം ജീവിക്കുന്നുവെന്ന് തിരിച്ചറിയേണ്ടതിന് ഇപ്പോൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഹല്ലേലൂയ നിങ്ങളൊന്ന് ഹല്ലേലൂയ ക്രമീകരണത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ആമേൻ. സ്തോത്രം. അവന്റെ വേദന കാണുന്ന, മറ്റുള്ളവരുടെ കുത്തുവാക്ക് കേൾക്കുന്ന, സ്തോത്രം, ചുറ്റുപാടുമുള്ളവരുടെ ഹല്ലേലൂയ സ്തോത്രം ആ ചോദ്യങ്ങൾ കേൾക്കുന്ന നല്ല ദൈവം നമ്മുടെ അടുത്തൂടെയും കടന്നു പോകുന്നുണ്ട്. ആമേൻ. സ്തോത്രം. സമയം മുമ്പോട്ട് പോവുകയാണല്ലോ. സ്തോത്രം. അവന്റെ പ്രശ്നങ്ങൾക്ക് യേശു കർത്താവ് പ്രതിവിധി നൽകി. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രശ്നങ്ങൾക്കും പ്രതിവിധി നൽകി തരുവാൻ കഴിയുന്ന ഒരു നല്ല ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. എബ്രായ ലേഖനത്തിൽ നമ്മൾ കാണുകയാണ്. സ്തോത്രം. എബ്രായ ലേഖനം 4-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതയിൽ നമുക്ക് സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. ആമേൻ. സ്തോത്രം. പാപമൊഴികെ സർവത്തിലും നാം എന്തെല്ലാം പരീക്ഷണങ്ങൾ നേരിടുന്നോ, നാം എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നോ, ഹല്ലേലൂയ സ്തോത്രം. യെശയ്യാവ് എഴുതി, അവൻ രോഗം ശീലിച്ചവനായിരുന്നു. ആമേൻ. സ്തോത്രം. ആയതിനാൽ ഇന്ന് പകൽക്കാലം ഈ സന്ധ്യാസമയത്ത് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. ആ പിറവിക്കുരുടനെ ദൈവം സൗഖ്യമാക്കി. സൃഷ്ടിയുടെ പ്രശ്നങ്ങളെ തീർക്കുവാൻ, സൃഷ്ടിയുടെ കുറവ് നികത്തുവാൻ സൃഷ്ടിതാവിന് മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും പ്രശ്നം നിങ്ങളിൽ അലട്ടുന്നുവെങ്കിൽ ആ സൃഷ്ടിയായിരിക്കുന്ന നാം സൃഷ്ടിതാവിൻ്റെ മുമ്പിലേക്ക് സകലതും ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ അവനതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ അവന് കഴിയും. ആമേൻ. സ്തോത്രം. യേശു കടന്നു പോവുകയാണ്. ഒരിക്കൽ യേശു നയ്യൻ പട്ടണത്തിലൂടെ ഒന്ന് കടന്നുപോയി. സ്തോത്രം. ഏകജാതനാന്റെ നിലവിളി കേട്ട ഒരു സ്ത്രീയുടെ നിലവിളിക്ക് പരിഹാരം വരുത്തി ഹല്ലേലൂയ യേശു അതിലേക്ക് കടന്നുപോയി. ഒരിക്കലും ബഥാനിയിലൂടെ കടന്നുപോയി. 2 സഹോദരിമാർ തൻ്റെ സഹോദരൻ മരിച്ചുപോയതുകൊണ്ട് 4 നാളായി നാറ്റം വെച്ചു, ഇനി രക്ഷയില്ല എന്ന് സ്തോത്രം നിരാശയുടെ കയത്തിലായിരുന്ന ആ സഹോദരിമാർക്ക് പരിഹാരം വരുത്തി യേശു കടന്നുപോയി. ഇതാ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ, യെരുശലേമിന്റെ തെരുവീതിയിലൂടെ എൻ്റെ യേശു കടന്നു പോവുകയാണ്. ഭാരമേറിയ പച്ച പൈൻമരവും തോളിൽ ചുമന്ന് ഹല്ലേലൂയ സ്തോത്രം ഇടർന്ന പാദങ്ങളോടെ, ശരീരം അടിച്ചു മുറിവേൽപ്പിച്ച് പൊട്ടിയൊലിക്കുന്ന രക്തത്തുള്ളികൾ ഇറ്റുവരുന്ന ശരീരത്തോടെ എൻ്റെ യേശു കടന്നു പോവുകയാണ്. സ്തോത്രം. അല്പനാൾ മുമ്പ് ഇതേ തെരുവീതിയിലൂടെ ദാവീദ് പുത്രന് ഹോശന്ന പാടി അതേ തെരുവീതിയിലൂടെ മുൾക്കിരീടധാരിയായി കടന്നു പോകുന്ന എൻ്റെ യേശു കർത്താവിനെ നിങ്ങളെ ഞാനിന്ന് പരിചയപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ, അവൻ ചുമന്നൊഴിക്കുന്ന ആ കുരിശിലേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാട്ടെ. ഭാരമേറിയ ആ ക്രൂശും ചുമന്നുകൊണ്ട് അവൻ പോവുകയാണ്. തലേദിവസം മുഴുവനും ഉറക്കമുളച്ചു. മാത്രവുമല്ല, പടയാളികളും ചേവകരും അവനെ പരിഹസിച്ചു, അടിച്ചു, മർദ്ദിച്ചു. സ്തോത്രം. 5 കോടതികളിൽ അവനെ വിസ്തരിക്കുവാനിടയായി തീർന്നു. ആമേൻ. എന്നിട്ടും കഴിയാനിട്ട് സ്തോത്രം പിലാത്തോസ് ഗബഥയിൽ കുനിച്ചു നിർത്തി അവന്റെ മുതുകിൽ ചാട്ടമാർ കൊണ്ട് 2 പടയാളികൾ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് മാറി മാറി അടിച്ച്, ഹല്ലേലൂയ, ചരിത്രകാരനായ ജോസഫ് എഴുതിയിരിക്കുന്നു, ഒരു പടയാളി അടിച്ച് ഹല്ലേലൂയ സ്തോത്രം ചാട്ട വലിക്കുമ്പോൾ സ്തോത്രം ചോരത്തുള്ളികളും മാംസകഷ്ണങ്ങളും ചിതറിത്തെറിച്ചുവെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. ധാരാളം രക്തം വാർന്നുപോയി.
പിറ്റേ ദിവസം ഹല്ലേലൂയ ഗോൽഗോഥയിലേക്കുള്ള യാത്രയാണ്. നടക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും യേശു കർത്താവ് കടന്നു പോകുകയാ. ഹല്ലേലൂയ യെരുശലേമിനെ നോക്കി ഹല്ലേലൂയ കരഞ്ഞുകൊണ്ട് കോഴി തൻ്റെ ചിറകിൻ്റെ മറവിൽ മറയ്ക്കുന്നത് പോലെ ഹല്ലേലൂയ എത്ര നാൾ യെരുശലേമേ നിന്നെ മറയ്ക്കുവാൻ എനിക്ക് മനസ്സായിരുന്നു, എന്നാലോ നിനക്ക് മനസ്സായില്ല എന്ന് പ്രവചിച്ചുകൊണ്ട് ആമേൻ എൻ്റെ യേശു കടന്നു പോവുകയാണ്. ആമേൻ, സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ ചുമലിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ആ ചുമലിലെ ഹല്ലേലൂയ സ്തോത്രം ഭാരം എൻ്റെയും നിൻ്റെയും പാപത്തിൻ്റെ ഭാരമാണെന്ന് ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം. അവൻ ചുമന്നൊഴിക്കുന്നത് നിന്റെ പ്രശ്നമാ, അവൻ ചുമന്നൊഴിക്കുന്നത് നിന്റെ രോഗമാ, അവൻ ചുമന്നൊഴിക്കുന്നത് നിന്റെ കുഞ്ഞുങ്ങളുടെ തലമുറയുടെ നേരെയുള്ള ശാപവാക്കുകളാ എന്ന് നീ ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം. ആമേൻ. യേശു കർത്താവ് കടന്നു പോവുകയാ. ആമേൻ, സ്തോത്രം. എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കാൻ ആകാശത്തിലൂടെ കടന്നുപോയൊരു മഹാപുരോഹിതൻ എന്ന് വായിക്കുന്നത് പോലെ ഗോൽഗോഥായിൽ അവൻ അല്ലെങ്കിൽ മാംസപിണ്ഡം പോലെ അല്ലെങ്കിൽ തൂങ്ങിക്കിടക്കുവാനിടയായി തീർന്നു. മരിച്ചുയർത്ത് സ്വർഗത്തിലേക്ക് കയറിപ്പോയവൻ മടങ്ങി വരുവാൻ സമയമായി. അല്ലെങ്കിൽ അവൻ കടന്നു പോവുക മാത്രമല്ല, മടങ്ങി വരുന്ന ദൈവമാണെന്ന് പകൽക്കാലം വിളിച്ചു പറയുവാൻ എനിക്ക് സന്തോഷമുണ്ട്. ലോക സംഭവങ്ങൾ മുഴുവൻ അവൻ്റെ വരവിനെ വിളിച്ചറിയിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവന് വേണ്ടി നമുക്ക് നോക്കി പാർത്തുകൊണ്ട് വിശുദ്ധി തികച്ചുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകട്ടെ, പ്രതിസന്ധികൾ ഉണ്ടാകട്ടെ, മതപീഡകൾ വർദ്ധിക്കട്ടെ, ഹല്ലേലൂയ സ്തോത്രം, നമുക്കതിൻ്റെ മധ്യേ ഇതിനെല്ലാം കാരണം കർത്താവിൻ്റെ വരവിൻ്റെ അടയാളങ്ങളാണ് നാം അനുഭവിക്കുന്നത് തിരിച്ചറിവോടെ നമുക്കിന്ന് പകൽക്കാലം വളരെ വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ അവന്റെ വരവിന് വേണ്ടി നോക്കിപ്പാർത്ത് കാഹളം ധ്വനിക്കും. മരിച്ചവരുവർക്കും ജീവനോടെ ഇരിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് അവനോടുകൂടി വാനമേഘങ്ങൾ എടുക്കപ്പെടുമെന്ന് പൗലോസ് എഴുതി വെച്ചെങ്കിൽ അത് അന്വർത്ഥമാകുന്ന സമയത്ത് ഹല്ലേലൂയ വാനമേഘങ്ങളെ കടന്നു പോകുവാൻ നമുക്ക് വിശുദ്ധിയെ തികച്ചുകൊണ്ട് ജീവിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. മാറാനാഥ.